നമുക്കിന്ന് അക്കൗണ്ടൻസിയിൽ പാർട്ണർഷിപ്പ് അതിൽ റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ണർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു എസ് എ ക്വസ്റ്റ്യൻ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എസ് എ ആയിട്ട് പ്രതീക്ഷിക്കാവുന്നത് അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, ഒപ്പം തന്നെ ഡിസൊല്യൂഷൻ, ഡെത്ത്, ഇത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എസ് എ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാ ക്ലാസ്സുകളും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ റിട്ടയർമെൻറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ 8 മാർക്കിൻ്റെ എസ് എ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണത് നമുക്ക് മുഴുവൻ മാർക്കും ഉറപ്പിക്കുന്ന രീതിയിൽ എങ്ങനെയാണ് പഠിക്കുക എന്നുള്ളത് നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു പ്രോബ്ലം. അപ്പോൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിൽ റിട്ടയർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്, എസ് എ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം അതിൻ്റെയൊക്കെ ലിങ്കുകൾ, അക്കൗണ്ടൻസിയുടെ മറ്റ് ലിങ്കുകൾ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് പ്രോത്സാഹിപ്പിക്കുക, ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നോക്കുക, ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ചെയ്യാൻ പോകുന്ന പ്രോബ്ലത്തിൽ എ, ബി ആൻഡ് സി 3 പാർട്ണേഴ്സാണുള്ളത്. അപ്പോൾ അതിലൊരു പാർട്ണർ റിട്ടയർ ചെയ്യുന്നു, ആ ഒരു കേസാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിലവിലുള്ള പാർട്ണേഴ്സിൻ്റെ ബാലൻസ് ഷീറ്റ്, നിലവിലുള്ള ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. സൺഡ്രി ക്രെഡിറ്റേഴ്സ് ലൈബിലിറ്റിയാണ് നമുക്കറിയാം. റിസർവ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ലൈബിലിറ്റി സൈഡിൽ തന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. റിസർവിനെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓൾഡ് പാർട്ണേഴ്സ്, അതായത് ഇപ്പോൾ ഓൾഡ് പാർട്ണേഴ്സ് എന്ന് പറയുമ്പോൾ റിട്ടയർമെൻറ്റ് കേസിൽ 3 പാർട്ണേഴ്സ് ഉണ്ടല്ലേ, ഈ 3 പാർട്ണേഴ്സിനിടയിലും ഇതിനെ ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ്, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. നമുക്ക് അഡ്മിഷൻ്റെ സമയത്ത് ഓൾഡ് പാർട്ണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകമിംഗ് പാർട്ണർ, പുതിയ പാർട്ണർ ഒഴിവാക്കിക്കൊണ്ടുള്ള പാർട്ണേഴ്സാണ്. പക്ഷേ ഇവിടെ റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് ഈ റിസർവ് അക്കൗണ്ടിൽ ഈ റിട്ടയർ ചെയ്യുന്ന പാർട്ണർക്ക് ഉൾപ്പെടെ അവകാശമുണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാ പാർട്ണേഴ്സിൻ്റെ ഇടയിലും ഈ ഒരു റിസർവ് അക്കൗണ്ടിനെ ഡിവൈഡ് ചെയ്യണം, ക്യാപിറ്റൽ അക്കൗണ്ട് ഡിവൈഡ് ചെയ്യണം. അവരുടെ നിലവിലുള്ള റേഷ്യോ ഇല്ലല്ലേ, ക്വസ്റ്റ്യനിൽ അവരുടെ റേഷ്യോ പറഞ്ഞിട്ടുണ്ട് 2:1 എന്നുള്ളതാണ് റേഷ്യോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ റേഷ്യോയിൽ അതിനിടയിൽ നമ്മൾ ആ ഒരു റേഷ്യോ വെച്ചുകൊണ്ട് നമുക്കതിനെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ജേണൽ എൻട്രി നമുക്ക് ആദ്യം ഒന്ന് നോക്കുക. റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു എസ് ക്യാപിറ്റൽ, ബിസ് ക്യാപിറ്റൽ, സിസ് ക്യാപിറ്റൽ അല്ലേ. റിസർവിനെ നമ്മൾ 15,000 എന്ന് പറഞ്ഞുകൊണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. ദെൻ എ, ബി, സി 3 പാർട്ണേഴ്സിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. 15,000 ഏത് റേഷ്യോയിലാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? 2:1 അല്ലേ. അപ്പോൾ ആദ്യത്തെ ആൾക്ക് 2/5, രണ്ടാമത്തെ ആൾക്ക് വീണ്ടും 2/5, മൂന്നാമത്തെ ആൾക്ക് 1/5 അല്ലേ. 5 കിട്ടിയത് എങ്ങനെയാണ്? 2+2+1 അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. പിന്നീട് നമ്മളതിനെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യണം അല്ലേ. ഇതാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമുക്ക് റിസർവിനെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്ന നോക്കിയേ. റിസർവ് 6,000 എയ്ക്കും 6,000 ബിക്കും സിക്ക് 3,000 അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോൾ കണ്ട ഈ ഒരു ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ റിസർവ് എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലേ. പിന്നെ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് വന്നിട്ടുണ്ട് എ, ബി, സി എന്നുള്ളത്. ഇത് നമ്മൾ എവിടെയാണ് കാണിക്കേണ്ടത്? ഇത് നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റലായിട്ട് എഴുതേണ്ട ഈ എമൗണ്ട് ആണല്ലേ. ബൈ ബാലൻസ് ബി ഡി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കാണിക്കേണ്ടത് ഈ ഒരു എമൗണ്ടാണ്. നോക്കുക, ബൈ ബാലൻസ് ബി ഡി 80,000, 70,000, 80,000. അപ്പോൾ ഇത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യും. ഇതിനു വേണ്ടി നമുക്ക് ജേണൽ എൻട്രിയുടെ ആവശ്യമൊന്നുമില്ല അല്ലേ. ഓപ്പണിംഗ് ബാലൻസ് ആണ്. ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കാണിച്ചാൽ മതി. ഇനി നമുക്ക് ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. നമുക്കിവിടെ ബാങ്ക് അക്കൗണ്ട് തയ്യാറാക്കണമെങ്കിൽ, കൂടുതൽ ബാങ്കിങ് ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ തയ്യാറാക്കാം, ഇല്ലെങ്കിൽ നമുക്കത് പുതിയ ബാലൻസ് ഷീറ്റിൽ ക്യാഷ് അറ്റ് ബാങ്ക് കാണിക്കണം അല്ലേ. നമുക്ക് ഏതെങ്കിലും എമൗണ്ട് കൊണ്ടുവരികയോ കൊടുത്തുവിടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഈ ഒരു എമൗണ്ടിൽ മാറ്റം വരും. ആ മാറ്റം വരുത്തിയിട്ട് നമ്മൾ പുതിയ ബാലൻസ് ഷീറ്റ് കാണിക്കണം. ഇപ്പോൾ സ്റ്റോക്ക്, സൺഡ്രി ഡെപ്റ്റേഴ്സ്, മെഷീനറി, ബിൽഡിംഗ്, പേറ്റൻറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ, അസറ്റുകളൊക്കെ നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് ഒന്ന് പോകാം. നോക്കാം, ഇവിടെ നമുക്ക് 2:1 ആണ് ഓൾഡ് റേഷ്യോ അല്ലെങ്കിൽ നിലവിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബി ആണ് ഡിസൈഡ് ടു റിട്ടയർ അല്ലേ. ബി ആണ് റിട്ടയർ ചെയ്യുന്ന ആൾ. അപ്പോൾ ആരാണ് റിട്ടയർ ചെയ്യുന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കണം. ദെൻ എ ആൻഡ് സി വുഡ് ഷെയർ ദ പ്രോഫിറ്റ്, അതായത് റിമൈനിങ് പാർട്ണേഴ്സ്, എയും സിയുമാണ് ഇനി റിമെയിൻ ചെയ്യുന്ന അവശേഷിക്കുന്ന പാർട്ണേഴ്സ് അല്ലേ. എയും സിയും വുഡ് ഷെയർ ദ പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ ഓഫ് 5:3 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു 5:3 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ന്യൂ റേഷ്യോ ആണ്. ഒരാൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പാർട്ണേഴ്സ് ഏത് റേഷ്യോയിലാണ് പ്രോഫിറ്റ് ലോസും ഷെയർ ചെയ്യുന്നത്, അതിനെയാണ് ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ന്യൂ റേഷ്യോ തന്നിട്ടുണ്ട്. നമുക്കിവിടെ നിലവിലുള്ള റേഷ്യോ, ഓൾഡ് റേഷ്യോ പറഞ്ഞിട്ടുണ്ട്, ന്യൂ റേഷ്യോ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഈ റിട്ടയർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടും ഡെത്തുമായിട്ട് ബന്ധപ്പെട്ടും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന റേഷ്യോ ആണ് ഗെയിനിങ് റേഷ്യോ അല്ലേ. അപ്പോൾ ഗെയിനിങ് റേഷ്യോയുടെ കാൽക്കുലേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഗെയിനിങ് റേഷ്യോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് കാണുക. അപ്പോൾ നമുക്ക് ഈ ഒരു എസ് ഐയിൽ എങ്ങനെയാണ് ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ന്യൂ റേഷ്യോ മൈനസ്
ഓൾഡ് റേഷ്യോ ആണല്ലേ. അപ്പോൾ നമുക്ക് ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? അത് ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ് നമ്മൾ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കേണ്ടത്. ഗുഡ്വില്ല് റിട്ടയർ ചെയ്യുന്ന പാർട്ണറുടെ ഗുഡ്വില്ല് റിമെയിൻ ചെയ്യുന്ന പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനൊരു ജേണൽ എൻട്രി ഉണ്ട്. റിമൈനിങ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു റിട്ടയറിംഗ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന ഈ ജേണൽ എൻട്രിയാണ് അതിന് വേണ്ടി വരിക. ഈ ഒരു ജേണൽ എൻട്രിയാണ് അതിന് വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലേ. റിമൈനിങ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു റിട്ടയറിംഗ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഏതായാലും ഗുഡ്വില്ലിൻ്റെ ഗെയിനിങ് റേഷ്യോയുടെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. കാൽക്കുലേഷൻ ഓഫ് ഗെയിനിങ് റേഷ്യോ അല്ലേ. കാൽക്കുലേഷൻ ഓഫ് ഗെയിനിങ് റേഷ്യോ നോക്കുക. ഇവിടെ നമുക്ക് ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ന്യൂ റേഷ്യോ എത്രയാണ്? ആദ്യത്തെ ആളുടെ എയുടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗെയിനിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ അത് റിമെയിൻ ചെയ്യുന്ന പാർട്ണേഴ്സിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഒരു പാർട്ണർ നമുക്ക് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നു, ബാക്കിയുള്ള എയും സിയും അല്ലേ. അപ്പോൾ എയ്ക്കും സിക്കും മാത്രമേ ഗെയിനിങ് റേഷ്യോ ഉണ്ടാവുള്ളൂ. റിമെയിൻ ചെയ്യുന്ന പാർട്ണേഴ്സിനാണ് ഗെയിനിങ് റേഷ്യോ ഉള്ളത്. അപ്പോൾ അവരുടെ മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ എയുടെ ന്യൂ റേഷ്യോ മൈനസ് എയുടെ ഓൾഡ് റേഷ്യോ അല്ലേ. എയുടെ ന്യൂ റേഷ്യോ എത്രയാണ്? ഇതാണ് എയുടെ ന്യൂ റേഷ്യോ 5 ആണ് എ എന്ന് പറയുന്ന ആളുടെ അല്ലേ. അപ്പോൾ 5 3 8. എയുടെ ന്യൂ റേഷ്യോ 5/8 ആണ്. എയുടെ ഓൾഡ് റേഷ്യോ എത്രയാണ്? 2/5 ആണ് അല്ലേ. അപ്പോൾ 5/8 മൈനസ് 2/5 നമുക്ക് ചെയ്ത് നോക്കണം അല്ലേ. ഇതാണ്, അതുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത് എയുടെ ഗെയിനിങ് റേഷ്യോ ഇസ് ഈക്വൽ ടു 5/8 മൈനസ് 2/5. അപ്പോൾ ഇത് നമുക്ക് മൈനസ് ചെയ്യാനാണ്. നമുക്കിത് ഒന്നുകിൽ LCM കണ്ടുപിടിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം അല്ലേ. ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് താഴെയുള്ള ഡിനോമിനേറ്റേഴ്സിനെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. 8 × 5 40 എന്ന് വരും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് 5 × 5 25 അല്ലേ. 5 × 5 5നെ ഈ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 25. എന്നിട്ട് നമ്മൾ ഈ നടുക്കുള്ള മൈനസ് ചിഹ്നം ഇവിടെ മുകളിൽ നടുക്കിടണം. ദെൻ 8 × 2 16 അല്ലേ. അങ്ങനെയാണ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്കായിരിക്കും ആദ്യം ചെയ്യേണ്ടത്. പിന്നെ മൈനസ് ഇട്ടിട്ട് നമ്മൾ ഈ ഒരു താഴെ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റിലുള്ള സംഖ്യ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് 9/40 എന്ന് കിട്ടും. 25 - 16 9 ആണല്ലോ, 9/40. അപ്പോൾ സിയുടെ അതുപോലെ തന്നെ കണ്ടുപിടിക്കുക. സിയെ സംബന്ധിച്ച് സിയുടെ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 3/8 ആണ്. ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 1/5 ആണ് അല്ലേ. മൂന്നാമത്താണ് സിയുടെ റേഷ്യോ. അപ്പോൾ ഇവിടെ 3/8 മൈനസ് 1/5 ആണ് നമുക്ക് ചെയ്യേണ്ടത്. 3/8 മൈനസ് 1/5 അല്ലേ. അപ്പോൾ അതും ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 8 × 5 40. then 5 × 3 15. 8 × 1 8 അല്ലേ. മൈനസ് ചിഹ്നം മൈനസ് ചെയ്യാനുള്ളതുണ്ട്, മൈനസ് നമ്മുടെ ഇടയ്ക്ക് ഇടുന്നു. അപ്പോൾ 7/40 കിട്ടും അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഗെയിനിങ് റേഷ്യോ എന്താ നോക്കിയാൽ മതി. ഈ ഒരു ന്യൂമറേറ്റേഴ്സ് രണ്ടിലൂടെയും എടുത്താൽ മതി അല്ലേ. 9:7 9:7 ആണ് ഗെയിനിങ് റേഷ്യോ. അപ്പോൾ ഈ ഒരു ഗെയിനിങ് റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ച് വെക്കണം. ഗെയിനിങ് റേഷ്യോ 9:7 ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനിയാണ് ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരിക. ഗുഡ്വിൽ വാസ് വാല്യൂഡ് അറ്റ് ₹1,05,000 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ റിട്ടയർ ചെയ്യുന്ന പാർട്ണറുടെ ഗുഡ്വില്ലിൻ്റെ എമൗണ്ട് നേരിട്ട് പറഞ്ഞിട്ടില്ല. പകരം നമ്മൾ ഫേമിൻ്റെ ഗുഡ്വിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇത് ഫേമിൻ്റെ ടോട്ടൽ ഗുഡ്വിലാണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. പേയ്മെൻറ്റ് ടോട്ടൽ ഗുഡ്വിൽ 1,05,000 ആണ്. അപ്പോൾ പേയ്മെൻറ്റ് ടോട്ടൽ ഗുഡ്വിൽ 1,05,000 ആണെങ്കിൽ അതിൽ നിന്നും റിട്ടയർ ചെയ്യുന്ന പാർട്ണറുടെ ഗുഡ്വിൽ മാത്രമേ എടുക്കാവുള്ളൂ. ആ ഒരു ഗുഡ്വിലാണ് നമ്മൾ റിമൈനിങ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു റിട്ടയറിംഗ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് നമ്മൾ റിമൈൻ ചെയ്യുന്ന പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ആ ഒരു ഗുഡ്വിലാണല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 1,05,000-ൻ്റെ 2/5 അല്ലേ, 2/5. അപ്പോൾ അയാളുടെ റിട്ടയർ ചെയ്യുന്ന പാർട്ണറുടെ ഷെയർ എത്രയായിരുന്നു? 2/5 ആണ് അയാളുടെ ഷെയർ അല്ലേ. അപ്പോൾ 1,05,000-ൽ ആ റിട്ടയർ ചെയ്യുന്ന പാർട്ണറുടെ ഷെയർ കണ്ടുപിടിക്കാൻ വേണ്ടി 1,05,000 × 2/5 42,000 അല്ലേ. അപ്പോൾ 42,000 നമ്മൾ കണ്ടുപിടിക്കുന്നു. 42,000 കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ റിമൈനിങ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു റിട്ടയറിംഗ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന ജേണൽ എൻട്രിയിൽ നമ്മളതിനെ ഡിവൈഡ് ചെയ്യണം അല്ലേ. അത് റിമൈനിങ് പാർട്ണേഴ്സ് ആരൊക്കെയായിരുന്നു? എയും സിയും അല്ലേ. പേസ് ക്യാപിറ്റൽ അക്കൗണ്ട് 42,000 × 9/16 ഏത് റേഷ്യോയിലാണ്? ഈ ഗെയിനിങ് റേഷ്യോയിലായിരിക്കണം ഡിവൈഡ് ചെയ്യേണ്ടത്. അത് മറന്നു പോകരുത്. ഗെയിനിങ് റേഷ്യോയുടെ ഏക ഉപയോഗം ഇത് തന്നെയാണ് അല്ലേ, ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് മാത്രമാണ്. പേസ് ക്യാപിറ്റൽ അക്കൗണ്ട് 42,000 × 9/16 അല്ലേ. 16 എങ്ങനെയാണ് കിട്ടിയത്? 9 7 16 ആണ്. 9/16. അപ്പോൾ 23,625 കിട്ടും. സിയുടെ കണ്ടുപിടിക്കാൻ വേണ്ടി 42,000-ൻ്റെ × 7/16 അല്ലേ, 7/16. അപ്പോൾ 12,375 കിട്ടും അല്ലേ. അപ്പോൾ ഈ ഒരു ഗുഡ്വില് നമുക്ക് അതിൻ്റെ പോസ്റ്റിങ് എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ ജേണൽ എൻട്രി നമുക്ക് നോക്കാം. ഗുഡ്വില്ലിൻ്റെ ജേണൽ എൻട്രി നോക്കുക. ഇതാണ് ഗുഡ്വില്ലിൻ്റെ ജേണൽ എൻട്രി പറഞ്ഞിരിക്കുന്നത്. എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ. ഇവിടെ നമ്മൾ റിമൈനിങ് പാർട്ണേഴ്സ് എന്ന് പറഞ്ഞില്ലേ, റിമൈനിങ് പാർട്ണേഴ്സ് ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ. അതിനുശേഷം നമ്മൾ ഈ കണ്ടുപിടിച്ച ഗുഡ്വില്ലിൻ്റെ എമൗണ്ടുകളുണ്ടല്ലോ, അതിനെ നമ്മൾ എമൗണ്ട് കോളത്തിലേക്ക് എഴുതുന്നു അല്ലേ. 23,625 12,375.
ഇനി 2 എന്തായിരുന്നു? 2 റിട്ടയറിംഗ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണല്ലേ. റിട്ടയറിംഗ് പാർട്ണർ ആയിരുന്നു ബി ആണല്ലേ. അപ്പോൾ ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 42,000. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജേണൽ എൻട്രി ആണ് കേട്ടോ. നിങ്ങൾക്ക് റിട്ടയർമെൻറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഗുഡ്വില്ലിന് മോസ്റ്റ് പ്രോബബിളി നിങ്ങൾക്ക് ഈ ഒരു രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും വരിക. വരാൻ വളരെ സാധ്യത കുറവാണ്. ഒപ്പം തന്നെ നമുക്ക് റിട്ടയർമെൻറ്റ് ചെയ്യുന്ന സമയത്തുള്ള ഗുഡ്വില്ല് എഴുതുമ്പോഴുള്ള ജേണൽ എൻട്രി ഏതാണെന്ന് ചോദിച്ചുകൊണ്ട് തിയറി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഈ എയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, സീസ് ക്യാപിറ്റൽ, ഇവിടെ ആരാണ്? റിമൈനിങ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു റിട്ടയറിംഗ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ. അത് ഏത് റേഷ്യോയിലാണത് ഡിവൈഡ് ചെയ്യുന്നത്? ഗുഡ്വില്ലിനെ, റിട്ടയർ ചെയ്ത് പോകുന്ന പാർട്ണറുടെ ഗുഡ്വില്ലിനെ ഈ ഒരു നമ്മൾ ഗെയിനിങ് റേഷ്യോയിലാണ് അതിനെ ഡിവൈഡ് ചെയ്യേണ്ടത്. ആ കാര്യം ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ പോസ്റ്റിംഗ് ആണ്. ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് വരുന്നത് അല്ലേ. ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് ഈ ഒരു ജേണലിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ തന്നെ എങ്ങനെയാണ് അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് അതിന് മുമ്പ് ഒന്ന് പറയാം എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. നമുക്കിവിടെ ചെയ്യേണ്ടത് ബൈ എയ്സ് ക്യാപിറ്റൽ, ബൈ സീസ് ക്യാപിറ്റൽ. ഇവിടെ നമ്മൾ ജേണൽ എൻട്രിയിൽ എനെയും സീനെയും നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഡെബിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ബൈ എയ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് ചെയ്യണം, ബൈ സീസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് ചെയ്യണം. എന്നിട്ട് ഈ രണ്ട് എമൗണ്ടുകൾ നമ്മൾ എഴുതേണ്ടത് ബിയുടെ കോളത്തിലായിരിക്കണം. ഓക്കെ, നമ്മുടെ എയ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് ചെയ്തു, സീസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് ചെയ്തു. ഇത് ആർക്കാണ് കിട്ടേണ്ടത്? ഗുഡ്വില്ലിൻ്റെ ഷെയർ കിട്ടേണ്ടത് ബിക്കാണല്ലേ. അത് എയുടെയും സിയുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് കുറഞ്ഞിട്ട് അത് ബിക്ക് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് ബിക്ക് കിട്ടണമെന്നുള്ള ലക്ഷ്യത്തിൽ നമ്മൾ ഇത് ഈ രണ്ട് എമൗണ്ടുകൾ എവിടെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? ബിയുടെ കോളത്തിലായിരിക്കണം. ബൈ എസ് ക്യാപിറ്റൽ, സീസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാലും എമൗണ്ട് എഴുതേണ്ടത് ബിയുടെ കോളത്തിലായിരിക്കണം അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നോക്കിയേ. ഇവിടെ നോക്കുക, ബൈ എസ് ക്യാപിറ്റൽ നോക്കുക, 23,625 എഴുതിയിരിക്കുന്നത് എവിടെയാണെന്ന് നോക്കിയാൽ ബിയുടെ കോളത്തിലല്ലേ. ഒപ്പം തന്നെ ബൈ സീസ് ക്യാപിറ്റൽ അല്ലേ, അത് അതിൻ്റെ എമൗണ്ട് എഴുതിയിരിക്കുന്നത് എവിടെയാണ്? അതും ബിയുടെ കോളത്തിലാണ് അല്ലേ. അപ്പോൾ ഇവിടെ എയ്സ് ക്യാപിറ്റൽ, സീസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുമ്പോൾ എമൗണ്ട് എഴുതേണ്ടത് റിട്ടയർ ചെയ്യുന്ന പാർട്ണറുടെ കോളത്തിലാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നമുക്ക് ആ ഒരു ജേണൽ എൻട്രിയിൽ 2 ബീസ് ക്യാപിറ്റൽ എന്നായിരുന്നു അതിൻ്റെ ക്രെഡിറ്റ് വന്നത് അല്ലേ. അപ്പോൾ നമ്മൾ 2 ബീസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതിയിട്ട് ഈ എമൗണ്ടുകൾ അല്ലേ 23,625 18,375 അത് റെസ്പെക്റ്റീവ്ലി അത് എയ്ക്കും സിക്കും എമൗണ്ട് കോളത്തിൽ കാണിക്കണം അല്ലേ. കാരണം എ ഇവിടെ ഇത്ര അർത്ഥമുള്ളൂ. എ 23,625 രൂപ അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് കുറച്ച് അത് ബിക്ക് കൊടുത്തു. സി 23,625 രൂപ അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് കുറച്ചത് എക്ക് കൊടുത്തു അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എയും സിയും കൂടി അത് ബിക്ക് എമൗണ്ട് കൊടുത്തു വിടുകയാണ്. അപ്പോൾ ആരുടെയെങ്കിലും ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് വന്നാൽ അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എമൗണ്ട് കുറയും, ആരുടെയെങ്കിലും ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് വന്നാൽ അത്ര എമൗണ്ട് കൂടുകയും ചെയ്യും അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഗുഡ്വില്ലുമായിട്ട് ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റ്. അത് നിങ്ങൾ നന്നായിട്ട് മനസ്സിരുത്തി ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. നിങ്ങൾക്കത് എക്സാമിന് ഉപകാരപ്പെടും. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അടുത്ത കാര്യത്തിലാണ് ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. മെഷീനറി ഈസ് ടു ബി ടേക്കൺ അറ്റ് ₹75,000. മെഷീനറിയുടെ എമൗണ്ട് 75,000 കരുതണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മെഷീനറിയുടെ നേരത്തെയുള്ള എമൗണ്ട് അപ്പോൾ എത്രയാണെന്ന് നോക്കണം. മെഷീനറി നേരത്തെയുള്ള എമൗണ്ട് എത്രയായിരുന്നു? 80,000 ആണല്ലേ. അപ്പോൾ 80,000 എന്നുള്ളത് 5,000 രൂപ കുറഞ്ഞു 75,000 മാറി അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് മെഷീനറി എന്ന് പറയുന്നത് ഒരു അസറ്റാണ് നമുക്കറിയാം. അപ്പോൾ ഒരു അസറ്റ് അതിൻ്റെ എമൗണ്ട് കുറയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? മെഷീനറി എന്ന് പറയുന്ന ഒരു അസറ്റ് കുറയുമ്പോൾ നമ്മളതിനെ റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടതാണ് അല്ലേ. അപ്പോൾ നമ്മൾ അഡ്മിഷനിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. അഡ്മിഷനിൽ നമുക്ക് അസറ്റിൻ്റെ വില കുറയുമ്പോഴും ലൈബിലിറ്റിയുടെ വില കൂടുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? റിവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. അസറ്റിൻ്റെ വില കൂടുമ്പോഴും ലൈബിലിറ്റിയുടെ വില കുറയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. ആ ഒരു റൂള് മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് റിവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കാം. ഇനി ഒരു കാര്യം കൂടി ഓർത്തിരിക്കേണ്ടത് ഇവിടെ എന്താണ്? അതിന് ഡിഫറൻസ് മാത്രമേ നമ്മളിവിടെ എഴുതാവുള്ളൂ. എത്രയാണോ കുറഞ്ഞത്, നമ്മളിവിടെ 75,000 എഴുതിയില്ല, 80,000 എഴുതിയില്ല അല്ലേ. നമ്മൾ എന്താണ് എഴുതിയത്? അത് നമ്മൾ ഡിഫറൻസ് മാത്രം. അപ്പോൾ എത്രയാണോ കുറഞ്ഞത് ആ ഒരു കുറവ് മാത്രം, അല്ലെങ്കിൽ എത്രയാണോ കൂടിയത് ആ ഒരു കൂടുതൽ മാത്രമേ നമ്മളിവിടെ എഴുതാവുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ഡിഫറൻസ് മാത്രമേ എഴുതാവുള്ളൂ എന്ന് പറഞ്ഞത്. മെഷീനറിയുടെ കേസിൽ ഇതാണ്. അപ്പോൾ ജേണലിൻ്റെ എങ്ങനെയാണ് വരുന്നത്? റിവാലുവേഷൻ അക്കൗണ്ട് അറ്റ് ടു മെഷീനറി അല്ലേ. അതോടൊപ്പം തന്നെ സ്റ്റോക്കിനെ സംബന്ധിച്ചും പറഞ്ഞിരിക്കുന്നത്. സ്റ്റോക്ക് ഇവിടെയാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ സ്റ്റോക്കിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? സ്റ്റോക്കിൻ്റെ വിലയും കുറഞ്ഞിട്ടുണ്ടാവും അല്ലേ. സ്റ്റോക്കിനെ കുറിച്ച് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കുക. മെഷീനറി എടുത്തു. ബിൽഡിംഗ് ടു ബി വാല്യൂഡ്. വാല്യൂ ഓഫ് സ്റ്റോക്ക് ഷുഡ് ബി 30,000 അല്ലേ. നമുക്ക് ബിൽഡിംഗ് എടുക്കാം. ബിൽഡിങ്ങിൻ്റെ അപ്രീസിയേഷൻ ആയിരിക്കും വന്നിരിക്കുക. ഇവിടെ നമുക്ക് സ്റ്റോക്കിൻ്റെ വാല്യൂ 30,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ വാല്യൂ നേരത്തെ എത്രയായിരുന്നു? സ്റ്റോക്കിൻ്റെ വാല്യൂ 40,000 ആയിരുന്നു അല്ലേ. അപ്പോൾ സ്റ്റോക്കിൻ്റെ വാല്യൂയിലും കുറവ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 10,000 രൂപ സ്റ്റോക്കിൻ്റെ വാല്യൂയിലും കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? സ്റ്റോക്കിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം അല്ലേ. 10,000 എന്ന് പറഞ്ഞുകൊണ്ട് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ട് അറ്റ് ടു സ്റ്റോക്ക് അല്ലേ. ഇനി പ്രൊവിഷൻ്റെ കേസിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കുക. പ്രൊവിഷൻ്റെ കേസിൽ an amount of ₹1,500 should be written off as bad debt. നമ്മൾ 1,500 രൂപ നമ്മൾ ബാഡ് ഡെപ്റ്റ് ആയിട്ട് എഴുതി തള്ളണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു ലൈബിലിറ്റി ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഏത് എമൗണ്ടിൻ്റെയാണ് 1500 രൂപ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്? അതെപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് മേലാണ് കേട്ടോ. അപ്പോൾ ഫണ്ടി ഡെപ്റ്റേഴ്സ് എന്നുള്ള ഏതിന്മേലാണ് എന്നുള്ളത് നോക്കേണ്ട, ഫണ്ടി ഡെപ്റ്റേഴ്സിനാണ് ആ ഒരു ലൈബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക. അത്ര എമൗണ്ട് ഫണ്ടി ഡെപ്റ്റേഴ്സിൽ നിന്ന് കുറച്ച് ബാക്കിയുള്ള എമൗണ്ട് മാത്രമേ നമ്മൾ പുതിയ ബാലൻസ് ഷീറ്റിൽ കാണിക്കുകയുള്ളൂ. അപ്പോൾ ഒരു പുതിയ ലൈബിലിറ്റി വരുന്നത് കൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന 1500 രൂപയുടെ പ്രൊവിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, ബാഡപ്റ്റായിട്ട് എഴുത്തുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1500 രൂപ നമുക്ക് ലൈബിലിറ്റിയാണ്, അതുകൊണ്ട് അത് റീവാലുവേഷൻ അക്കൗണ്ട് എന്ത് ചെയ്യണം, അത് നമ്മൾ ഡെബിറ്റ് ചെയ്യണം അല്ലേ. 1500 രൂപ 1500 രൂപയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, 1500 ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് മൂന്നും കൂടെ ഒരുമിച്ച് നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ട് ടു മെഷീനറി ടു സ്റ്റോക്ക് ടു പ്രൊവിഷൻ എന്ന് പറഞ്ഞ് ഒരു കോമ്പൗണ്ട് ജേണൽ എൻട്രി ആയിട്ട് നമ്മൾ കാണിച്ചാൽ മതിയാവും അല്ലേ. അപ്പോൾ നമുക്കിവിടെ എഴുതിയിരിക്കുന്നത് നോക്കിയേ, റിവാലുവേഷൻ അക്കൗണ്ട് ടു മെഷീനറി ടു സ്റ്റോക്ക് ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് അല്ലേ. ഇനി നമുക്ക് ബിൽഡിങ്ങിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് ഇത് നമ്മൾ നോക്കിയില്ല അല്ലേ. ബിൽഡിംഗ് ഷുഡ് ബി വാല്യൂഡ് അറ്റ് റുപ്പീസ് 1,50,000. ബിൽഡിങ്ങിൻ്റെ നേരത്തെയുള്ള വാല്യൂ എത്രയായിരുന്നു? ബിൽഡിങ്ങിൻ്റെ നേരത്തെയുള്ള വാല്യൂ 1,40,000 ആണ് അല്ലേ. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ വാല്യൂവിൽ അപ്രീസിയേഷൻ സംഭവിച്ചിരിക്കുകയാണ് അല്ലേ. ബിൽഡിങ്ങിൻ്റെ വാല്യൂ കൂടിയിരിക്കുകയാണ്, ഇൻക്രീസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് റിവാലുവേഷൻ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? റിവാലുവേഷൻ അക്കൗണ്ടിൽ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. ബൈ ബിൽഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് 10,000 കാണിക്കേണ്ടതാണ് അല്ലേ. അപ്പോൾ ജേണലിൻ്റെ എങ്ങനെ വരിക? ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റ് ടു റിവാലുവേഷൻ അക്കൗണ്ട് അല്ലേ. എത്രയാണ് കൂടിയത് എമൗണ്ട് മാത്രം കാണിച്ചാൽ മതി എന്നുള്ളത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, കൃത്യമായിട്ട് നോട്ട് ചെയ്യുക കേട്ടോ. ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റ് ടു റിവാലുവേഷൻ ആണ് ജേണലിൽ വരിക. നോക്കുക, ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റ് ടു റിവാലുവേഷൻ ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ജേണലിൻ്റെ കൂടെ എഴുതാൻ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് ജേണലിൻ്റെ കൂടെയും എഴുതി പോകേണ്ടതാണ് അല്ലേ. അതിനുശേഷം ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്ത് ചെയ്താൽ മതി? അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ടിൽ എഴുതേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി. അതിനുശേഷം നമുക്ക് റിവാലുവേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം അല്ലേ. റിവാലുവേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും കൂട്ടി നോക്കുക. ഡെബിറ്റ് സൈഡ് കൂട്ടിയപ്പോൾ നമുക്ക് 16,500 കിട്ടി. ബിൽഡിംഗ് മാത്രമേ ഇവിടെ ഉള്ളായിരുന്നു അല്ലേ. ഇത് നമ്മൾ ലോസ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്ന ബാലൻസ് ഫെയർ ഇത് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ബിൽഡിംഗ് മാത്രമേ 10,000 ഉള്ളൂ. അപ്പോൾ 16,500 കൂടുതൽ. അത് തന്നെ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതി. അതിനുശേഷം 16,500 നിന്ന് 10,000 കുറച്ച് നമ്മൾ 6,500 കണ്ടുപിടിച്ചു അല്ലേ. അതാണ് റീവാലുവേഷൻ ലോസ്. അതായത് റിവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എമൗണ്ട് കുറവ് വരികയാണെങ്കിൽ റീവാലുവേഷൻ ലോസ് ആയിരിക്കും. അപ്പോൾ ആ എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിച്ച് 6,500 കണ്ടുപിടിച്ചിട്ട് അതിനെ നമുക്ക് അവരുടെ നിലവിലുള്ള റേഷ്യോ അല്ലേ 2:1 നമുക്കതിനെ ഡിവൈഡ് ചെയ്ത് ഓരോരുത്തരെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ആ ലോസ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. ലോസ് ആയതുകൊണ്ട് അത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഏത് സൈഡിലേക്കാണ് പോകുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്കായിരിക്കും ഇത് പോകുന്നത് അല്ലേ. റിവാലുവേഷൻ ലോസ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ റിവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ എമൗണ്ട് 2,600, 2,600, 1,300 നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കുകയും ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കുന്നത്. അതിനുശേഷം നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ കുറച്ച് മുമ്പ് കണ്ടിരുന്നു. ഇപ്പോൾ നമ്മൾ റീവാലുവേഷൻ ലോസ് ഇവിടെ എഴുതി കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ എഴുതേണ്ട കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റിസർവ് ഡിവൈഡ് ചെയ്തു, നമ്മൾ ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് എഴുതി, ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇവിടെയും എഴുതി അല്ലേ. റിവാലുവേഷൻ ലോസ് എഴുതി. അതിനുശേഷം നമുക്കതിനെ ബാലൻസ് ചെയ്യാം. നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ നോക്കുക, എയെ ബാലൻസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? എയ്ക്ക് ഇവിടെ 80,000, 86,000 രൂപയുണ്ടല്ലേ, 86,000. ഇവിടെ നമുക്ക് കൂട്ടുമ്പോൾ അതിനേക്കാളും ചെറിയൊരു തുകയാണ് കിട്ടുന്നത്. അതുകൊണ്ട് 86,000 നമ്മൾ ഇവിടെ എഴുതി, 86,000 ഇവിടെ എഴുതി. അതിനുശേഷം 86,000 നിന്ന് ഈ ഒരു ഡെബിറ്റ് ടോട്ടൽ നമ്മൾ കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിന് അദ്ദേഹത്തിന് കൊടുത്തുവിടേണ്ട പൈസ എത്രയാണെന്നുള്ളത് മനസ്സിലാവുന്നല്ലേ. അതായത് അദ്ദേഹത്തിന് കൊടുത്തുവിടേണ്ട പൈസയല്ല, അദ്ദേഹത്തിൻ്റെ പുതിയ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് എത്രയാണ്? 59,775 എയുടെ പുതിയ ബാലൻസ്. ഇത് നമ്മൾ പുതിയ ബാലൻസ് ഷീറ്റിൽ ഈ ഒരു ബാലൻസാണ് കാണിക്കേണ്ടത് അല്ലേ. ഇനി ബിയെ സംബന്ധിച്ച് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ബിയാണ് റിട്ടയർ ചെയ്യുന്ന പാർട്ണർ. ബിയുടെ എമൗണ്ടുകൾ നമ്മൾ കൂട്ടി നോക്കുമ്പോൾ ഇവിടെയാണ് 1,18,000 രൂപ, 1,18,000 രൂപയാണ് നമുക്കിവിടെ കൂടുതൽ വന്നിരിക്കുന്നത് അല്ലേ. 1,18,000 രൂപ നമുക്ക് ഇവിടെയാണ് വന്നിരിക്കുന്നത് അല്ലേ, ഇവിടെയാണ് കൂടുതൽ വന്നിരിക്കുന്നത്. 1,18,000 നിന്ന് നമുക്ക് ഈ 2,600 ഡെബിറ്റ് ടോട്ടൽ കുറച്ച് ചെയ്യുമ്പോൾ 1,15,400 രൂപ. അപ്പോൾ 1,15,400 രൂപ നമ്മൾ ബീഫ് ലോൺ അക്കൗണ്ടിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ബിയുടെ ലോൺ അക്കൗണ്ടിലേക്ക് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്രയാണ് ക്യാഷ് ബാലൻസ്. ക്യാഷ് ബാങ്ക് എത്രയേ ഉള്ളൂ? ആകെ 7,000 ഉള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് കൊടുക്കാനുള്ള തുക മുഴുവനായിട്ട് എന്ത് ചെയ്യാം? അത് നമുക്ക് ഇവിടെ ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, ബിയുടെ ലോൺ അക്കൗണ്ടിലേക്ക് അല്ലേ. ബീഫ് ലോൺ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ തൽക്കാലം നമ്മൾ കൊടുക്കുന്നില്ല, തൽക്കാലം അദ്ദേഹത്തിൻ്റെ ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, പിന്നീട് അത് കൊടുത്തു തീർക്കുന്നു അല്ലേ. പാർട്ണേഴ്സ് ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സിയുടെയും ഇതുപോലെ തന്നെ കണ്ടുപിടിക്കുന്നു. സിക്ക് നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ആണ് വരുന്നത് 60,325 രൂപ. അപ്പോൾ ഇനി റിമെയിൻ ചെയ്യുന്ന പാർട്ണേഴ്സിന് അവരുടെ ബാലൻസ് സി ഡി എന്ന് പറഞ്ഞ് കാണിക്കുക. നമുക്ക് റിട്ടയർ ചെയ്യുന്ന പാർട്ണർക്ക് നമുക്ക് ആവശ്യത്തിന് ക്യാഷ്, ഇപ്പോൾ നമുക്കിവിടെ ക്യാഷ് അറ്റ് ബാങ്ക് നോക്കുമ്പോൾ കൂടുതൽ എമൗണ്ട് ഉണ്ടെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ഈ ഒരു എമൗണ്ട് 1,17,400 കൊടുത്തുവിടാം അല്ലേ. അല്ലെങ്കിൽ 1,17,400 കൂടുതലുള്ള എമൗണ്ടാണ് നിലവിലുള്ള ബാലൻസ് ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ 2 ക്യാഷ് എന്ന് പറഞ്ഞ് കാണിച്ചാൽ മതി.
അപ്പോൾ നമുക്ക് ഈ ക്യാഷ് അക്കൗണ്ടിൽ അത്രയും കുറവ് വരും. ആ എമൗണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ക്യാഷ് അക്കൗണ്ടിൽ അത്രയും കുറവ് വരുത്തി എഴുതണം അല്ലേ. ഇവിടെ നമ്മൾ 2 ബീഫ് ലോൺ അക്കൗണ്ട് എന്ന് എഴുതിയിരിക്കുന്നതെങ്കിൽ പുതിയ ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യണം, നമ്മളെ സംബന്ധിച്ച് ലൈബിലിറ്റിയാണ് ബീഫ് ലോൺ അക്കൗണ്ട് എന്ന് പറഞ്ഞ് പുതിയ ബാലൻസ് ഷീറ്റ് കാണിക്കാൻ വേണം അല്ലേ. അപ്പോൾ ഇതാണ് പുതിയ ബാലൻസ് ഷീറ്റ്. പുതിയ ബാലൻസ് ഷീറ്റിൽ നോക്കിയ ബീഫ് ലോൺ അക്കൗണ്ട് 1,17,400 കാണിച്ചിരിക്കുന്നുണ്ടോ. നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് ഇവിടെ ക്യാഷ് എന്ന് എഴുതിയിരുന്നെങ്കിൽ ഇവിടെ ക്യാഷ് അത്രയും കുറച്ചിട്ട്, അതായത് വലിയ തുകയായിരുന്നെങ്കിൽ ആ എമൗണ്ടിൽ നിന്ന് നമ്മൾ ഈ തുക കുറച്ചിട്ട് ഇവിടെ എഴുതുമായിരുന്നു. ഇപ്പോൾ ലോൺ അക്കൗണ്ടിലേക്ക് മാറ്റിയുകൊണ്ട് ഇവിടെ ക്യാഷിന് മാറ്റമൊന്നും വന്നിട്ടില്ല, പഴയ ബാലൻസ് തന്നെയാണ് അല്ലേ, ക്യാഷിന് മാറ്റമൊന്നും വന്നിട്ടില്ല. സ്റ്റോക്കിൻ്റെ എമൗണ്ട് പുതിയ എമൗണ്ട് 30,000 അല്ലേ. സൺഡേ ഡെപ്റ്റേഴ്സിൽ നിന്ന് 1,500 പ്രൊവിഷൻ കുറച്ചിട്ട് 16,500 എഴുതണം. മെഷീനറിയിൽ മാറ്റം വന്നിട്ടുണ്ട്, 80,000 77,000 കുറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ആ പുതിയ വാല്യൂ ആണ് എഴുതേണ്ടത് 70,000. ബിൽഡിങ്ങിൽ 1,50,000 തന്നെയാണ്, പേറ്റൻറ്റ് 1000 തന്നെയാണ്, ഇന്ന് മാറ്റം വന്നിട്ടില്ല അല്ലേ. എന്നാൽ പുതിയ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഇനി പാർട്ണേഴ്സ് റിട്ടയർ ചെയ്ത് പോയിട്ട് ബാക്കി ഇനി ആരൊക്കെ ഉള്ളൂ, എയും സിയും മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ഈ കൊടുത്തിരിക്കുന്ന എമൗണ്ടുകളാണ് വന്നിരിക്കുന്നത് അല്ലേ. ഈ കൊടുത്തിരിക്കുന്ന എമൗണ്ടുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഇങ്ങോട്ട് എഴുതുക. അതിനുശേഷം നമുക്ക് ഇത് കൂട്ടി നോക്കുമ്പോൾ നമുക്ക് 2 സൈഡും ടാലി ആയിട്ട് കിട്ടുകയും ചെയ്യും അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് റിട്ടയർമെൻറ്റ് ചെയ്യുക. അപ്പോൾ റിട്ടയർമെൻറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, റിവാല്യൂഷൻ അക്കൗണ്ട് നമ്മൾ പാർട്ണർഷിപ്പ് ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ അഡീഷണൽ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആണ്. ഗുഡ്വിൽ റിട്ടയർ ചെയ്യുന്ന പാർട്ണറുടെ ഗുഡ്വിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ റിമൈനിങ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു റിട്ടയറിംഗ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഗെയിനിങ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒപ്പം തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ 2 സൈഡിലും വരുന്നുണ്ട് അല്ലേ. ഇവിടെ റിട്ടയറിംഗ് പാർട്ണറുടെ പേരും വരും, ഇവിടെ റിമൈനിങ് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പേര് വരും. അപ്പോൾ എഴുതുന്ന പക്ഷേ ബിയുടെ റിട്ടയർ ചെയ്യുന്ന പാർട്ണറുടെ എമൗണ്ട് കോളത്തിലാണ്. ഇവിടെ നമ്മൾ റിട്ടയർ ചെയ്യുന്ന പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പേര് എഴുതിയാലും എമൗണ്ട് എഴുതുന്നത് റിമൈനിങ് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് കോളത്തിലാണ് അല്ലേ. ആ കാര്യം ഓർക്കുക. അതിനുശേഷം നമ്മൾ റിട്ടയറിംഗ് പാർട്ണർക്ക് കൊടുത്തുവിടാനുള്ള പൈസ നമുക്ക് ആവശ്യത്തിന് കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ടു ക്യാഷ് എന്ന് പറഞ്ഞ് കൊടുത്തുവിടാം. അപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റിൽ അത് ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് കുറയും. ഇനി ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് ടു ബീഫ് ലോൺ അക്കൗണ്ട് എന്ന് പറഞ്ഞ് അയാളുടെ ബാലൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഇവിടെ എഴുതി വയ്ക്കാം. എന്നിട്ട് അത് പുതിയ ബാലൻസ് ഷീറ്റിൽ നമ്മളത് ലൈബിലിറ്റി ആയിട്ട് ബീഫ് ലോൺ എന്ന് പറഞ്ഞ് ലൈബിലിറ്റി ആയിട്ട് കാണിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് റിട്ടയർമെൻറ്റ് ചെയ്യുക. അപ്പോൾ റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഒപ്പം തന്നെ ഈ ചാപ്റ്ററിൻ്റെ നമുക്ക് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വെച്ചുകൊണ്ട് നമ്മളൊരു അനാലിസിസ് പോലെ അതിൻ്റെ ഡിസ്കഷൻ എല്ലാം നടത്തിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ക്ലാസ് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കി നന്നായിട്ട് പഠിച്ച് തയ്യാറാവുക കേട്ടോ. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ടൻസി വളരെ എളുപ്പമുള്ളൊരു സബ്ജക്റ്റാണ്. ഇതുപോലെ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഹൈ സ്കോർ നേടാൻ പറ്റും. ഹയർ എഡ്യൂക്കേഷനിൽ കൂടുതൽ വലിയ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ ഇത്ര അടിസ്ഥാനമായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കതൊരു നല്ല ബെനിഫിറ്റ് ആവുകയും ചെയ്യും. എല്ലാവർക്കും എല്ലാ വിജയാശംസകളും നേരുന്നു. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾ വേണമെങ്കിൽ ഏതൊക്കെ ക്ലാസ്സുകളാണെന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അപ്പോൾ താങ്ക്